Hi all, welcome back to Easy English. CBSE 6ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ റേവൻ ആൻഡ് ദ ഫോക്സ് എന്ന ലെസണാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു കവിതയാണ്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ടൈറ്റിലിനെ കുറിച്ച് പറയാം. ദ റേവൻ ആൻഡ് ദ ഫോക്സ്. ഫോക്സ് എന്ന് പറയുമ്പം എല്ലാവർക്കും കുറേ കുറുക്കനാണ്. റേവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാക്ക എന്ന് മലയാളത്തിൽ പറയാം, പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പിക്ചറിൽ കാണുന്ന ഈ ഒരു ബേർഡാണ് റേവൻ. ഇപ്പോൾ നമ്മുടെ ക്രോ, നമ്മൾ സാധാരണ വിളിക്കുന്ന ക്രോ, ആ കാക്ക അതിനെ കളർ അല്പം കൂടെ വലിപ്പമുണ്ട്. ഇതിൻ്റെ ബീക്ക് ഒക്കെ അല്പം കൂടെ സ്ട്രോങ് ആണ്. ഓക്കെ, മാറ്റമുണ്ട് കേട്ടോ. സോ ഇതാണ് റേവൻ. ഓക്കെ, നമുക്ക് നേരെ ലെസണിലേക്ക് വരാം. പിന്നെ 6ാം ക്ലാസ്സിലെ CBSE 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സെക്ഷൻ പോയി കഴിഞ്ഞാൽ മതി. അവിടെ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് അതിനായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CBSE 6ാം ക്ലാസ്സിലെ എല്ലാ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസും ലഭ്യമാണ്. സോ നമുക്ക് വരാം. Let us do these activities before we read. നമുക്ക് വായിക്കുന്നതിന് മുമ്പ് ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാം. So we know that frogs croak. Did you know that ravens also croak? ഇപ്പോൾ ഫ്രോഗ്സ്, തവളകൾ ക്രോക്ക് എന്ന സൗണ്ടാണ്. തവളയുടെ ശബ്ദം നമ്മൾ ഇംഗ്ലീഷിൽ ക്രോക്ക് എന്നാണ്. അതേപോലെ തന്നെ റേവൻസിൻ്റെ ശബ്ദം ഇംഗ്ലീഷിൽ ക്രോക്ക് എന്നാണ് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആനിമൽ ഈസ് ഷോൺ ടു ബി കണ്ണിങ് ഇൻ സ്റ്റോറീസ്? കഥകളിലെ ഭയങ്കര സൂത്രശാലി, കണ്ണിങ് എന്ന് പറഞ്ഞതാണല്ലോ, സൂത്രശാലിയായിട്ട് കാണപ്പെടുന്ന ആനിമൽ ഏതാണ്? സർക്കിൾ ദ കറക്റ്റ് ആൻസർ. പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും. ഓപ്ഷൻസ് ഇവിടെ ടൈഗർ, ഫോക്സ്, ബെയർ എന്നാണ്. സോ ഫോക്സ് എന്ന് എല്ലാവർക്കും അറിയാം. സോ അത് സർക്കിൾ ചെയ്യും. സോ നമുക്ക് നേരെ കവിതയിലേക്ക് വരാം. സോ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫോക്സ് താഴെ ഉണ്ട്, മുകളിൽ റേവൻ, കയ്യിൽ ഒരപ്പം എന്തുകൊണ്ട് അതിൻ്റെ ബീക്കിലുണ്ട് അല്ലേ? നോക്കാം. മിസ്റ്റർ റേവൻ വാസ് പെർച്ച്ഡ് അപ്പോൺ എ ലിം. പെർച്ച്ഡ് മീൻസ് ഇരിക്കുക എന്നാണ്. അതായത് ഈ ബേർഡ്സൊക്കെ ഒരു മരച്ചിലയിൽ ഇരിക്കുന്നതിനെയാണ് പേർച്ച് എന്ന് പറയുക. സോ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മിസ്റ്റർ റേവൻ വാസ് പെർച്ച്ഡ് അപ്പോൺ എ ലിം. ലിം എന്ന് പറഞ്ഞാൽ ബി സൈലൻ്റ് ആണ് കേട്ടോ. സോ ലിം എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചാണ്, മരത്തിൻ്റെ ചില്ല. സോ നോക്കാം. ആൻഡ് റെയ്നാർഡ് ദ ഫോക്സ് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിം. റെയ്നാർഡ് ഇവിടെ ഫോക്സിൻ്റെ പേരാണ് കേട്ടോ. ആൻഡ് റെയ്നാർഡ് ദ ഫോക്സ് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിം. സോ ഈ ഫോക്സ് റേവനെ ഇങ്ങനെ നോക്കി, താഴെ നിന്ന് മുകളിലേക്ക് നോക്കി. ഫോർ ദ റേവൻ ഹെൽഡ് ഇൻ ഹിസ് ഗ്രേറ്റ് ബിഗ് ബീക്ക്. ബീക്ക് എന്ന് പറഞ്ഞാൽ ചുണ്ട്. ഓക്കെ, അതിൻ്റെ കൊക്ക്. സോ ബിഗ് ബീക്ക്, വലിയ കൊക്കിൽ അത് പിടിച്ചിട്ടുണ്ട്. എന്താണ്? എ മോഴ്സൽ ദ ഫോക്സ് വുഡ് ഗോ ഫാർ ടു സീക്ക്. മോഴ്സൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഒരു കഷ്ണം എന്നുള്ള അർത്ഥമാണ്, ഭക്ഷണത്തിൻ്റെ ഒരു പീസ്. ദ ഫോക്സ് വുഡ് ഗോ ഫാർ ടു സീക്ക്. സീക്ക് അന്വേഷിക്കുക. അതായത് ഒരു ഫോക്സിന് ഒരുപാട് ദൂരം നടന്നാലാണ് ഇതുപോലൊരു ഭക്ഷണം കിട്ടുള്ളൂ. സോ അത് ഇവിടെ ഇതിൻ്റെ ഈ റേവൻ്റെ ചുണ്ടുകളിലുണ്ട്. ഓക്കെ, സോ ഇവിടെ ബിഗ് ബീക്ക് എന്ന് പറയുന്നത് അലിട്രേഷൻ, അതൊരു ലിറ്ററി ടെക്നിക്കാണ്. അലിട്രേഷൻ എന്നാണ് പറയുക. സോ ഇതിനൊക്കെ പോയിറ്റിക് ഡിവൈസസ് എന്ന് വിളിക്കും. സോ പോയിറ്റിക് ഡിവൈസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ ഇതിലെ കമൻറ്റ് സെക്ഷനിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. സോ അത് ക്ലിക്ക് ചെയ്താൽ രണ്ട് വീഡിയോസിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോയിറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും കേട്ടോ. സിമിലി, മെറ്റഫർ, അങ്ങനെ ആവശ്യമുള്ളതൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ബിഗ് ബീക്ക് എന്നുള്ളത് അലിട്രേഷനാണ്. സോ അതിൻ്റെ വലിയ ചുണ്ടുകളിൽ ഈ റേവൻ പിടിച്ചിട്ടുണ്ട് എന്തുണ്ട്? എ മോഴ്സൽ, ഒരു ഭക്ഷണത്തിൻ്റെ ഒരു കഷ്ണം. ദ ഫോക്സ് വുഡ് ഗോ ഫാർ ടു സീക്ക്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോക്സ് ഒരുപാട് യാത്ര ചെയ്യണം. സോ ഇവിടെ റൈമിങ് വേർഡ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ലിം, ഹിം, ബീക്ക്, സീക്ക്. സോ ഈ ഒരു സ്റ്റാൻസിൽ 4 ലൈൻസാണ് ഉള്ളത് അല്ലേ? അപ്പോൾ കോട്രെയിനാണ്, 4 വരികളാണുള്ളത്. സോ അതിൽ ലിം, ഹിം എന്നുള്ളത് AA, അതുപോലെ തന്നെ ബീക്ക്, സീക്ക് എന്നുള്ളത് BB. സോ ഇതിൻ്റെ റൈം സ്കീം AABB എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ലിം, ഹിം, അതുപോലെ തന്നെ ബീക്ക്, സീക്ക്. അതായത് എൻഡിങ് സെയിം സൗണ്ട് വരണം, അപ്പോഴാണ് റൈം ചെയ്യുക കേട്ടോ. സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. സെഡ് ദ ഫോക്സ് ഇൻ അഡ്മയറിംഗ് ടോൺസ് മൈ വേർഡ്. എന്താ പറഞ്ഞത്? ഈ ഫോക്സ് പറയുകയാണേ ഇൻ അഡ്മയറിംഗ് ടോൺസ്, അതായത് പിന്നെ നല്ല പുകഴ്ത്തുന്ന വാക്കുകളിൽ മൈ വേർഡ് പറയാണ്. സർ റേവൻ യു ആർ എ ഹാൻസം ബേർഡ്. നന്നായിട്ട് അങ്ങ് പുകഴ്ത്തി കൊടുത്തു. ഈ റേവനെ ഫോക്സ് പുകഴ്ത്തി. എന്താ പറഞ്ഞത്? ഹാൻസം, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ബേർഡിനോട് പറയാം. സച്ച് ഫെദേഴ്സ്, ഓ എന്ത് മനോഹരമായ ഫെദേഴ്സ്, തൂവലുകൾ, എന്ത് മനോഹരമായ തൂവലുകൾ. ഇഫ് യു വുഡ് ഓൺലി സിംഗ് ദ ബേർഡ്സ് ഓഫ് ദീസ് വുഡ്സ് വുഡ് കോൾ യു കിങ്. ഈ വുഡ്സിലെ, വുഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് സ്മോൾ ഫോറസ്റ്റ് ആണ്, വലിയ കാടല്ല, ചെറിയ കാട്, ഓൾമോസ്റ്റ് സെയിം ട്രീസ് ആയിരിക്കും അവിടെ ഉണ്ടാവും കേട്ടോ. സോ അതാണ് വുഡ്സ്. സോ ഈ വുഡിലെ
ഈ വുഡ്സിലെ ബേർഡ്സ് എല്ലാം നിന്നെ കിങ് എന്ന് വിളിക്കും. എങ്ങനെയാണെങ്കിൽ നീ ഒന്ന് പാടിക്കഴിഞ്ഞാൽ, കാരണം നിന്നെ കാണാൻ ഓൾറെഡി നല്ല ഭംഗിയുണ്ട്. സോ ഇതിന് നല്ലൊരു പാട്ടൂടെ പാടിക്കഴിഞ്ഞാൽ അടിപൊളിയാവും. സോ ഇവിടുത്തെ റൈമിംഗ് വേർഡ്സ് വരുന്നത് നോക്കാം. വേർഡ് ബേർഡ്, അതുപോലെ തന്നെ സിങ് കിങ്. സോ നെക്സ്റ്റ് ആൻസർ വരാം. ദ റേവൻ ഹു ഡിഡ് നോട്ട് സീ ദ ജോക്ക്. അപ്പോൾ ഇതിലെ തമാശ, അതിൽ കുറുക്കൻ്റെ കണ്ണിങ്നെസ് മനസ്സിലാവാത്ത റേവൻ എന്ത് ചെയ്തു? ഫോർഗോട്ട് ദാറ്റ് ഹിസ് വോയിസ് വാസ് ജസ്റ്റ് എ ക്രോക്ക്. ക്രോക്ക് അതിൻ്റെ ശബ്ദമാണല്ലോ ക്രോക്ക്. അത്ര ഭംഗിയില്ലാത്ത ശബ്ദമാണ് തൻ്റേത് എന്നുള്ള കാര്യം മറന്നുപോയി. കാരണം ഈ ഫോക്സിൻ്റെ പുകഴ്ത്തലിൽ റേവൻ അങ്ങ് മറന്നുപോയി. ഹി ഓപ്പൺഡ് ഹിസ് ബീക്ക്. എന്ത് ചെയ്തു? ഈ റേവൻ അങ്ങ് അവൻ്റെ ബീക്ക്, ചുണ്ടുകളങ്ങ് തുറന്നു. ഇൻ ഹിസ് ഫൂളിഷ് പ്രൈഡ്, അതിൻ്റെ ആ ഒരു ഫൂളിഷ് പ്രൈഡിൽ, അതിൻ്റെ ആ ഒരു എന്താ പറയുക, വിഡിത്തം നിറഞ്ഞ ഒരു അഭിമാനത്തിൽ എന്ത് ചെയ്തു? അതിൻ്റെ ചുണ്ടങ്ങ് തുറന്നു. ആൻഡ് ഡൗൺ ഫെൽ ദ മോഴ്സൽ ദ ഫോക്സ് ഹാഡ് ഐഡ്. ഈ ഫോക്സ് കണ്ണുവെച്ച ആ മോഴ്സൽ ഭക്ഷണത്തിന് അവശിഷ്ടം അവിടെ താഴെ വീണു. സോ ഇവിടെ റൈമിംഗ് വേർഡ്സ് വരുന്നത് ജോക്ക്, ക്രോക്ക്, പ്രൈഡ്, ഐഡ്. ലാസ്റ്റ് ആൻസർ നോക്കാം. ഹഹാ ലാഫ്ഡ് ദ ഫോക്സ്. ഫോക്സ് എന്ത് ചെയ്തു? ഉറക്കങ്ങ് ചിരിച്ചു. ആൻഡ് നൗ യു നോ. ഇപ്പോൾ നിനക്ക് അറിയാം. എന്തറിയാം? ഇഗ്നോർ സ്വീറ്റ് വേർഡ്സ് ദാറ്റ് മേക്ക് യു ഗ്ലോ. അപ്പോൾ ഈ ഫോക്സ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം താഴെ വീണു അല്ലേ? ഇനിയിപ്പോൾ ഇത് ഫോക്സ് പോയി എടുക്കുക. എന്നിട്ട് പറയുകയാണ് ഇഗ്നോർ സ്വീറ്റ് വേർഡ്സ് ദാറ്റ് മേക്ക് യു ഗ്ലോ. നിന്നെ മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യും? നന്നായിട്ട് പുകഴ്ത്തുന്ന വാക്കുകളുണ്ട്, അതിനെ ഇഗ്നോർ, ഒഴിവാക്കണം. ഇഗ്നോർ സ്വീറ്റ് വേർഡ്സ് ദാറ്റ് മേക്ക് യു ഗ്ലോ. ഗ്ലോ ആണ് തിളങ്ങുക എന്ന് വെച്ചാൽ നിന്നെ പുകഴ്ത്തുന്ന വാക്കുകൾ എന്ത് ചെയ്യുക? നീ ഒഴിവാക്കണം. പ്രൈഡ് മൈ ഫ്രണ്ട് ഈസ് റാദർ അൺവൈസ്. സോ അഹങ്കാരമാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിച്ച പ്രൈഡ്. അഭിമാനം എന്നതിനേക്കാൾ ഉപരി അഹങ്കാരമാണ്. സോ പ്രൈഡ് മൈ ഫ്രണ്ട് ഈസ് റാദർ അൺവൈസ്. അതെന്താണ്? അൺവൈസ്, ബുദ്ധിയില്ലാത്തൊരു കാര്യമാണ് പ്രൈഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. ഐ ആം ഷുവർ ദിസ് ടീച്ചിങ് ഈസ് ക്വൈറ്റ് എ സർപ്രൈസ്. എനിക്ക് ഉറപ്പാണ് ഈ ഒരു ടീച്ചിങ് എന്താണ്? എനിക്കൊരു സർപ്രൈസ് ആയിരിക്കും. ഒരു പക്ഷേ ഈ ഫോക്സിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ടീച്ചിങ് നിനക്ക് കിട്ടുമെന്ന് നീ വിചാരിച്ചു കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഒരു കവിത ഇവിടെ അവസാനിക്കുന്നു. ജീൻ ഡെല ഫൗണ്ടൈൻ, ഇതാണ് ഇതിൻ്റെ പോയിറ്റ്. നമുക്കിനി ഡിസ്കസ് ചെയ്യാൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ ചൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ. ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാൻസ 1 നോക്കാം. മിസ്റ്റർ റേവൻ ഈസ് എ ഡാഷ് ബേർഡ് ഓർ ഫ്രോഗ്. എല്ലാവർക്കും അറിയാം അതൊരു ഫ്രോഗ് അല്ല, ബേർഡാണ്. സോ ബേർഡാണ് കേട്ടോ. ദ നെയിം ഓഫ് ദ ഫോക്സ് ഈസ് ഡാഷ്. എല്ലാവർക്കും അറിയാം റെയ്നാർഡ്. ആൻസർ റെയ്നാർഡ്. 3 മിസ്റ്റർ റേവൻ ഹാഡ് എ ഡാഷ് ഇൻ ഹിസ് ബീക്ക്. എന്താ ഉള്ളത്? എ പീസ് ഓഫ് ഫുഡ് അല്ലേ? എ പീസ് ഓഫ് ഫുഡ്. സോ അതാണ് ആൻസർ. സോ ഇനി സ്റ്റാൻസ 3 ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ഫോക്സ് കോൾസ് ദ റേവൻ എ ഡാഷ്. എന്താ വിളിക്കുന്നത്? എന്താ തുടക്കത്തിൽ സ്റ്റാൻസ 2 ഫൂളിഷ് എന്നല്ല വിളിച്ചുള്ളത്, ഗുഡ് ലുക്കിംഗ് എന്നാണ്. സോ ഗുഡ് ലുക്കിംഗ് ബേർഡ്. സോ 2 ദ ഫോക്സ് ആസ് ദ റേവൻ ടു ഡാഷ്. അപ്പോൾ എന്താ പറഞ്ഞത്? സിങ്. എന്താണ് ഫോക്സ് വന്ന് പാട്ട് പാടാനാണ് പറഞ്ഞത് അല്ലേ? സോ സിങ്. ദ റേവൻ ആൻഡ് ദ ഫോക്സ് ലിവ് ഇൻ ദ ഡാഷ് വുഡ്സ് കേട്ടോ. ആൻസർ വുഡ്സ് ആണ്. സ്റ്റാൻസ 3 ദ റേവൻ ഡാഷ് ദാറ്റ് ഹി ക്രോക്ഡ്. ദ റേവൻ എന്ത് ചെയ്തു? ഫോർഗോട്ട് ദാറ്റ് ഹി ക്രോക്ഡ് എന്നുള്ള ശബ്ദമാണ് താൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യം റേവൻ മറന്നുപോയി. ദ റേവൻ ഓപ്പൺഡ് ഇറ്റ്സ് ബീക്ക് ടു സിങ്. സിങ് ആണ് ആൻസർ. ദ ഡാഷ് ഫെൽ ഡൗൺ. ഫുഡ് ഫെൽ ഡൗൺ. ഇനി സ്റ്റാൻസ 4 ദ ഫോക്സ് ഡാഷ് ടു ദ റേവൻ. എന്താ ചെയ്തത്? അവസാനത്തിൽ ലാഫ്ഡ് അറ്റ് ദ റേവൻ. പരിഹസിച്ചു അല്ലേ? പൊട്ടിച്ചിരിച്ചു. ഇറ്റ് ഈസ് നോട്ട് ഡാഷ് ടു ബി ടു പ്രൗഡ് ഓഫ് വൺ സെൽഫ്. സോ ഇറ്റ് ഈസ് നോട്ട് വൈസ് എന്നുള്ളതാണ് ആൻസർ കേട്ടോ. സോ ഇറ്റ് ഈസ് നോട്ട് വൈസ് ടു ബി ടു പ്രൗഡ് ഓഫ് വൺ സെൽഫ്. ദ റേവൻ ലേൺഡ് എ ഡാഷ്. ലെസൺ ആണ് ആൻസർ. ദ റേവൻ ലേൺഡ് എ ലെസൺ. സോ ഈ ഒരു കവിത ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.